പ്രായവ്യത്യാസം കണ്ടിട്ടും ഈ വ്യക്തി നിങ്ങളുമായി പ്രണയത്തിലായി. ഇന്ന് നിങ്ങളിത് കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ സ്നേഹം സമൂഹത്തിന്റെ നിയമങ്ങൾ പാലിക്കുന്നില്ല. അത് നിങ്ങളുടെ പ്രായമോ നിങ്ങളുടെ പദവിയോ നിങ്ങളുടെ പശ്ചാത്തലമോ പരിശോധിക്കുന്നില്ല. ആരാണ് മുതിർന്നതെന്നോ ഇളയതെന്നോ പ്രശ്നമല്ല. യുക്തിക്കൊരിക്കലും വിശദീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇത് രണ്ടാത്മാക്കളെ ബന്ധിപ്പിക്കുന്നു. നിങ്ങൾ ഇപ്പോഴിത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ ഈ സങ്കേതം നിങ്ങൾക്കുള്ളതായിരിക്കാം. കാരണം ദൈവമിന്ന് ശക്തമായ എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നു. നിശബ്ദമായി എന്നാൽ ആഴത്തിൽ നിങ്ങളുമായി പ്രണയത്തിലായ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള എന്തോ ഒന്ന്. ഭാഗം 1. സ്നേഹം അനുവാദം ചോദിക്കാത്തപ്പോൾ. രണ്ടാത്മാക്കൾ കണ്ടുമുട്ടുന്ന നിമിഷങ്ങളുണ്ട്. യാദൃശ്ചികത കൊണ്ടല്ല, മറിച്ച് ദൈവിക രൂപകൽപ്പന കൊണ്ടാണ്. അവർ അപ്രതീക്ഷിത സ്ഥലങ്ങളിൽ, വിചിത്രമായ സമയങ്ങളിലും പലപ്പോഴും വ്യത്യാസത്തിലും കണ്ടുമുട്ടുന്നു. ലോകത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു വ്യത്യാസം, പക്ഷേ ഹൃദയത്തെ പൂർണ്ണമാക്കുന്നു. ഒരുപക്ഷെ ഈ വ്യക്തി നിങ്ങളെക്കാൾ പ്രായമുള്ളവനായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ അവരെക്കാൾ പ്രായമുള്ളവനായിരിക്കാം. സമൂഹം മന്ത്രിക്കുന്നു, ആളുകൾ എന്തു പറയും? പക്ഷേ സ്നേഹം അനുവാദം ചോദിക്കുന്നില്ല. സ്നേഹം ഒരു ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. നിങ്ങളുടെ ആത്മാവിന് എൻ്റെ ആത്മാവിനെ തിരിച്ചറിയാൻ കഴിയുമോ? ആ അംഗീകാരം സംഭവിക്കുമ്പോൾ അത് നിങ്ങൾ രണ്ടുപേർക്കും നിഷേധിക്കാനാവാത്ത ഒരു തീപ്പൊരി പോലെയാണ്. നിങ്ങൾക്കത് മറയ്ക്കാൻ ശ്രമിക്കാം, നിങ്ങൾക്കത് അവഗണിക്കാൻ ശ്രമിക്കാം. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിനറിയാം, ഇവിടെ ദിവ്യമായ എന്തോ ഒന്നുണ്ട്. രണ്ടാം ഭാഗം. അവരുടെ ഹൃദയം നിശബ്ദമായി സംസാരിക്കുന്നു. ഈ വ്യക്തി എപ്പോഴും അവർക്ക് തോന്നുന്നത് പറയണമെന്നില്ല. അവർ നിശബ്ദരായിരിക്കാം. അവർ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ല, മറിച്ച് അവർ വളരെയധികം ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. അവർ വിധിയെ ഭയപ്പെടുന്നു. വർഷങ്ങളായി വ്യത്യാസത്തെ ഭയപ്പെടുന്നു. നിങ്ങളെ സ്വന്തമാക്കുന്നതിനു മുമ്പ് നിങ്ങളെ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുന്നു. എന്നാൽ ഉള്ളിൻ്റെ നിങ്ങൾ പുഞ്ചിരിക്കുന്നത് കാണുമ്പോഴെല്ലാം അവരിൽ എന്തോ ഒന്ന് സുഖപ്പെടുന്നു. നിങ്ങൾ സംസാരിക്കുമ്പോഴെല്ലാം അവരുടെ ഉള്ളിൽ എന്തോ ഒന്ന് സജീവമാകുന്നു. അവർ ഒരിക്കലും കണ്ടെത്തുമെന്ന് കരുതിയിട്ടില്ലാത്ത ഒരു സമാധാനം പോലെയാണ് നിങ്ങൾ. അവർ ശക്തമായി തുടരാൻ ശ്രമിക്കുന്നു, സാധാരണമായി പെരുമാറാൻ ശ്രമിക്കുന്നു. പക്ഷേ നിങ്ങൾ അടുത്തെത്തുമ്പോൾ അവരുടെ കണ്ണുകൾക്ക് കള്ളം പറയാൻ കഴിയില്ല. അവരുടെ ആത്മാവ് മന്ത്രിക്കാൻ തുടങ്ങുന്നു. ഇതാണ് ഞാൻ കാത്തിരുന്നത്. ഭാഗം 3. ദൈവത്തിന്റെ പദ്ധതി സമൂഹത്തിന്റെ നിയമങ്ങളെക്കാൾ വലുതാണ്. ചിലപ്പോൾ ദൈവം ലോകത്തിന് അർത്ഥമില്ലാത്ത ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. കാരണം അവരുടെ ബന്ധം ലോകത്തിന്റെ അംഗീകാരത്തിനായി ഉദ്ദേശിച്ചുള്ളതല്ല, അത് ആത്മാവിന്റെ പരിണാമത്തിനായി ഉദ്ദേശിച്ചുള്ളതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് എനിക്ക് ഈ വ്യക്തിയുമായി ഇത്ര ആഴത്തിലുള്ള ബന്ധം തോന്നുന്നത്? എന്തുകൊണ്ടാണ് അവർ വീട് പോലെ തോന്നുന്നത്? അവർ ഇളയവരോ മുതിർന്നവരോ ആണെങ്കിൽ പോലും ഒരുപക്ഷേ ദൈവം ഈ ബന്ധം ഉയർന്ന കാരണത്താലാണ് തിരഞ്ഞെടുത്തത്. പ്രായം ഒരു സംഖ്യ മാത്രമാണ്, പക്ഷേ ബന്ധം കാലാതീതമാണ്. ആത്മാവിന് ചുളിവുകളില്ല, ആത്മാവിന് വർഷങ്ങളില്ല. അതിന് ഓർമ്മകളും പാഠങ്ങളും സ്നേഹവും മാത്രമേയുള്ളൂ. ചിലപ്പോൾ മറ്റൊരു ജീവിതത്തിൽ പരസ്പരം അറിയാവുന്ന രണ്ടാത്മാക്കൾ ഇതിൽ വീണ്ടും കണ്ടുമുട്ടുന്നത്, വ്യത്യസ്ത യുഗങ്ങളിൽ, വ്യത്യസ്ത ശരീരങ്ങളിൽ, എന്നാൽ ഒരേ ആഗ്രഹത്തോടെ, ഒരേ അംഗീകാരത്തോടെ, ഒരേ ദിവ്യ ആകർഷണത്തോടെ. ഭാഗം 4. അവർ നിങ്ങളുടെ ആത്മാവിനെ പ്രണയിച്ചു. ഈ വ്യക്തി നിങ്ങളുടെ നോട്ടത്തെ പ്രണയിച്ചില്ല. നിങ്ങളുടെ പദവിയോ ജോലിയോ പണമോ അവർ പ്രണയിച്ചില്ല. നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങൾ അവരെ കാണുന്നതായി തോന്നിപ്പിക്കുന്ന രീതിയെ, അവരുടെ കുഴപ്പങ്ങളിൽ നിങ്ങൾ കൊണ്ടുവരുന്ന സമാധാനത്തെ അവർ പ്രണയിച്ചു. നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു, നിങ്ങൾ എങ്ങനെ കരുതുന്നു, അവരുടെ പറയാത്ത വാക്കുകൾ പോലും നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നവർ ഇഷ്ടപ്പെടുന്നു. താൽക്കാലിക ആളുകളാൽ നിറഞ്ഞ ഒരു ലോകത്തിൽ അത് അപൂർവമാണ്. നിങ്ങൾ അവരുടെ ശാന്തനായി. അവർ വീണ്ടും പുഞ്ചിരിക്കാൻ കാരണമായി നിങ്ങൾ മാറി. സ്നേഹം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് അവരെ ഓർമ്മിപ്പിച്ചവളായി നിങ്ങൾ മാറി. അവരത് മറയ്ക്കാൻ ശ്രമിച്ചാലും, അവരതിനെ സൗഹൃദമെന്ന് വിളിച്ചാലും, അവരുടെ ഹൃദയം ഇതിനകം തന്നെ അറിയാം. അവരുടെ ഉള്ളിലെന്തോ എന്നേക്കുമായി നിങ്ങൾ മാറ്റിമറിച്ചു. ഭാഗം 5. ലോകം മനസ്സിലാക്കാത്തപ്പോൾ. സത്യം, പ്രായവ്യത്യാസമുള്ള സ്നേഹം എളുപ്പമല്ല. ആളുകൾ സംസാരിക്കും, അവർ ചോദ്യം ചെയ്യും,
അവർ വിധിക്കും. നിങ്ങളുടെ ഹൃദയം ഇതിനകം തന്നെ അറിയുന്ന കാര്യങ്ങൾ അവർ നിങ്ങളെ സംശയിക്കും. എന്നാൽ ഇത് ഓർമ്മിക്കുക, ആളുകളുടെ അംഗീകാരത്തിനായി ദൈവം ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നില്ല. നിങ്ങളുടെ ആത്മാവിൽ എന്തെങ്കിലും ഉണർത്താൻ അവൻ അവരെ സൃഷ്ടിക്കുന്നു. ഈ സ്നേഹം വളരാൻ ഉദ്ദേശിച്ചുള്ളതാണെങ്കിൽ അത് ചെയ്യും. നിങ്ങളെ രണ്ടുപേരെയും സുഖപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ളതാണെങ്കിൽ അത് ചെയ്യും. കാരണം ശുദ്ധമായ സ്നേഹത്തിന് ഒരിക്കലും സാധൂകരണം ആവശ്യമില്ല. അതിന് വിശ്വാസം മാത്രമേ ആവശ്യമുള്ളൂ. ദൈവം ഇത് കൊണ്ടുവന്നതായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരിക, ഉപാധികളില്ലാതെ സ്നേഹത്തെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കാൻ, ഉപാധികളില്ലാതെ പരിപാലിക്കുക, ഭയമില്ലാതെ സ്നേഹിക്കുക, വർഷങ്ങൾക്കപ്പുറം കാണുക, യുക്തിക്കപ്പുറം വിശ്വസിക്കുക എന്നതിന്റെ അർത്ഥമെന്താണെന്ന് നിങ്ങളെ കാണിക്കാൻ. 6-ാം ഭാഗം ഈ വ്യക്തി നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. നിങ്ങളത് ചെറിയ രീതികളിൽ ശ്രദ്ധിക്കും. മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അവർ എങ്ങനെ ഓർമ്മിക്കുന്നുവെന്നതിൽ, അവർ നിശബ്ദമായി നിങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിൽ, അവർ എപ്പോഴും നിങ്ങൾക്കായി സമയം കണ്ടെത്തുന്ന രീതിയിൽ. ജീവിതം എത്ര തിരക്കേറിയതാണെങ്കിലും അവർ അവരുടെ വികാരങ്ങൾ നേരിട്ട് പ്രകടിപ്പിക്കില്ലായിരിക്കാം. പക്ഷെ അവരുടെ പ്രവൃത്തികൾ സംസാരിക്കുന്നു. അവരുടെ കണ്ണുകൾ അവരുടെ ചുണ്ടുകൾക്ക് ഒരിക്കലും പറയാൻ കഴിയാത്ത കഥകൾ പറയുന്നു. നിങ്ങൾ മുറിയിലേക്ക് നടക്കുമ്പോൾ അവരുടെ ഊർജം മാറുന്നു. നിങ്ങൾ അവരുടെ സമാധാനമായതിനാൽ അവരുടെ മുഴുവൻ അസ്തിത്വവും നിങ്ങളുടെ ചുറ്റും മൃദുവാകുന്നു. അവർ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ അതറിയാതെ അവർ നിങ്ങളെ പരാമർശിക്കുന്നു. ഭാഗം 7. ഇന്ന് നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്ദേശം. നിങ്ങൾ ഈ സന്ദേശം കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ വഴിയിൽ വന്ന സ്നേഹത്തെ നിങ്ങൾ സംശയിക്കുന്നത് നിർത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു തെറ്റല്ല, പാപമല്ല, ഒരു മിഥ്യയല്ല, ഒരു അനുഗ്രഹമാണ്, ഒരു പാഠം, ഒരു രോഗശാന്തി, നിങ്ങളുടെ സ്വന്തം വെളിച്ചം നിങ്ങളിലേക്ക് പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടി. ദൈവം പറയുന്നു, ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാനല്ല, മറിച്ച് സ്നേഹത്തിന് ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും നിങ്ങളെ കണ്ടെത്താനാകുമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ്. ഈ ബന്ധം നിങ്ങളുടെ ആത്മാവിന്റെ യാത്രയുടെ ഭാഗമാണെന്ന് നിങ്ങൾ അറിയണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളെ ക്ഷമ, വിശ്വാസം, ദിവ്യമായ സമയം എന്നിവ പഠിപ്പിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ ഒരുമിച്ചിട്ടില്ലായിരിക്കാം. ഒരുപക്ഷെ ജീവിതം, ദൂരം അല്ലെങ്കിൽ ഭയം നിങ്ങൾക്കിടയിൽ നിൽക്കുന്നു. പക്ഷേ അദൃശ്യമായതിൽ നിങ്ങളുടെ ആത്മാക്കൾ ഇതിനകം സംസാരിക്കുന്നുണ്ട്. അവർ ഇതിനകം കൈകോർത്തിരിക്കുന്നു. അവർ ഇതിനകം ബന്ധപ്പെട്ടിരിക്കുന്നു. ഭാഗം 8. നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥ സ്നേഹം എല്ലായ്പ്പോഴും എളുപ്പമല്ല. ഇത് പ്രായങ്ങൾ പൊരുത്തപ്പെടുത്തുന്നതിനെക്കുറിച്ചല്ല, ഇത് ഊർജ്ജങ്ങൾ പൊരുത്തപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ്, വിശദീകരണമില്ലാതെ മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണ്. ഇത് സുരക്ഷിതത്വം, കാണുകൽ, മനസ്സിലാക്കൽ, നടിക്കേണ്ട ആവശ്യമില്ലാതെ ഈ വ്യക്തിക്ക് നിങ്ങളുമായി അത് അനുഭവപ്പെടുന്നു. ഉള്ളിൽ ആഴത്തിൽ നിങ്ങൾക്കും അത് അനുഭവപ്പെടുന്നു. ലോകം എന്തു പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേർക്കും ഇവിടെ ദിവ്യമായ എന്തോ സംഭവിക്കുന്നുണ്ടെന്നറിയാം. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ദൈവം ഒരു ദിവസം നിങ്ങളെ ഒന്നിപ്പിച്ചേക്കാം. നിങ്ങളെ രണ്ടുപേരെയും കൂടുതൽ ശക്തരാക്കാൻ അവൻ ഈ സ്നേഹം ഉപയോഗിച്ചേക്കാം. പക്ഷേ എന്തു സംഭവിച്ചാലും ഈ ബന്ധം എല്ലായ്പ്പോഴും പവിത്രമായിരിക്കും. കാരണം രണ്ടാത്മാക്കൾ സത്യത്തിൽ ഒന്നിച്ചു കഴിഞ്ഞാൽ അവർ ഒരിക്കലും വേർപെടുന്നില്ല. അവർ രൂപാന്തരപ്പെടുന്നു, പരിണമിക്കുന്നു, നിശബ്ദതയിലും പ്രാർത്ഥനയിലും ഓർമ്മയിലും വിധിയിലും സ്നേഹിക്കുന്നത് തുടരുന്നു. ഉപസംഹാരം ഹൃദയത്തിൽ നിന്നുള്ള ഒരു സന്ദേശം. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് കേൾക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, സ്നേഹം കാലമോ പ്രായമോ കൊണ്ട് ബന്ധിതമല്ലെന്ന്. അത് ഉദ്ദേശത്താൽ ബന്ധിതമാണ്. ആരെങ്കിലും നിങ്ങളെ ആഴത്തിൽ സ്നേഹിച്ചു, നിങ്ങളുടെ പ്രായം കൊണ്ടല്ല, മറിച്ച് നിങ്ങൾ ആരാണെന്ന് കണ്ടാണ്. അവർ നിങ്ങളുടെ വെളിച്ചം കാണുന്നു. അവർക്ക് നിങ്ങളുടെ ഗണം അനുഭവിക്കുന്നു. അവരുടെ ആത്മാവിന്റെ ഓരോ ഭാഗവും മന്ത്രിക്കുന്നു, എന്നെ ഉണർത്താൻ ദൈവം അയച്ചത് ഇതാണ്. അതുകൊണ്ട് അതിന് ചോദ്യം ചെയ്യരുത്, ഭയപ്പെടരുത്, അതിൽ വിശ്വസിക്കുക. കാരണം ചിലപ്പോൾ ഏറ്റവും വലിയ പ്രണയകഥകൾ നിയമങ്ങൾ പാലിക്കാതെ ദൈവത്തിന്റെ പദ്ധതി പിന്തുടരുന്നവയാണ്. ഒരുപക്ഷെ ഈ മനോഹരമായ വിശദീകരിക്കാനാകാത്ത ബന്ധം അവയിലൊന്നായിരിക്കാം. പ്രായവ്യത്യാസത്തിൽ പോലും ഈ വ്യക്തി നിങ്ങളുമായി പ്രണയത്തിലായത് അവരുടെ ആത്മാവ് നിങ്ങളുടേത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അതൊരിക്കലും യാദർച്ഛികമല്ലെന്ന് നിങ്ങൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് ദൈവിക സമയമായിരുന്നു. മനസ്സിന്റെയും ഹൃദയത്തിന്റെയും മറിഞ്ഞു നിൽക്കപ്പെട്ട സത്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, നിങ്ങൾ കാണുന്ന രീതിയെ മാറ്റാൻ കഴിയുന്ന ഒരു വസ്തുതയും നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓണാക്കുക.